നമസ്കാരം. നമസ്കാരം. ഉച്ച വരെ ഈ തുണിക്കടയില്, ഉച്ച കഴിഞ്ഞ ബസ് സർവീസിന്റെ ഓഫീസിലെ. അതാ പതിവ് ആൻഡോ പറഞ്ഞേ. അതാ പതിവ്. കാര്യം പറഞ്ഞോളൂ. അതായത് ഇക്കൊല്ലത്തെ ചെറക്കല്ലൂര് പൂരം കൂടുതലൊന്ന് പൊലിപ്പിച്ചാലോ എന്ന് കരുതുക. പൊലിപ്പിച്ചോളൂ. അതിനെന്താ? അല്ലല്ല, പഞ്ചവാദ്യത്തിനും ഗാനമേളക്കൊക്കെ സ്പോൺസർമാരായിണ്ട്. പിന്നെ ആനയുടെ കാര്യത്തിന് ആളായി വരുന്നേ ഉള്ളൂ. വെടിക്കെട്ടും ബാക്കിയുണ്ട്. വിൻസെന്റ് ഏട്ടനെ ഏതാ താല്പര്യം അതങ്ങടാവാം. ആയിക്കോട്ടെ. ഈ ആനയും വെടിക്കെട്ടും ഒക്കെ എനിക്ക് പണ്ടേ പേടിയാ. സാധു മൃഗങ്ങളെ പേടിപ്പിക്കുക, വെടിക്കെട്ട് നടത്തി ആളെ കൊല്ലുക ഒരു ദൈവത്തിനും ഇഷ്ടമാവില്ലെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ചെറക്കല്ലൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഒരു എമൗണ്ട് തരാറില്ലേ? അത് മുടങ്ങാതെ വാങ്ങിച്ചോളൂ. അതിന് പകരമായിട്ട് ഷോപ്പിന്റെ ഒരു ഫ്ലെക്സ് പൂരപ്പറമ്പിൽ വെക്കുകയും വേണം. അത് പിന്നെ പതിവാണല്ലോ. ഇക്കൊല്ലം മെയിൻ സ്പോൺസർ ആവുകയാണെങ്കിൽ കടേരെ മാത്രല്ല വിൻസെന്റ് ഏട്ടനെയും ഒരു അടിപൊളി ഫ്ലെക്സ് വെക്കാം. ഒരാശംസാ ഫ്ലെക്സ്. തിരുമാതേതരത്തും കൂടി ആവുമല്ലോ. കുറെ കാശുണ്ടാകുമ്പോൾ ആൾക്കാരെന്താ എന്നെ ബഹുമാനിക്കാത്തതെന്ന് വേവലാതിപ്പെട്ട് അതിനുവേണ്ടി കാശിറക്കുന്ന കുറെ വേദനിക്കുന്ന കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ വിൻസെന്റിന് ആ വേവലാതി ഇല്ല. ഇല്ലല്ലേ? ഞാനേ പ്രാഞ്ചിയേട്ടനല്ല, എനിക്കൊരു പത്മശ്രീയും വേണ്ട. ആൻഡോ പതിവ് കൊടുത്തരാ. പൂരപ്പറമ്പിൽ ഫ്ലെക്സ് നോക്കാൻ മറക്കണ്ട. നടക്കുമല്ലേ? ഇനി ഇതൊന്ന് ട്രൈ ചെയ്തേ. ഫുട്ബോൾ പ്ലേസ് ഒക്കെ ചെയ്യുന്ന സ്ലോ വാക്ക് ആൻഡ് സ്ട്രെച്ച്. ഞാനാ? പിന്നല്ലത്. ആരെയും കണ്ടാ എന്താ വിചാരിക്കടാ? അങ്ങനെ ചെയ്യപ്പാ. വെറുതെ നടന്നാലൊന്നും കൊളസ്ട്രോൾ കുറയില്ല. മേലനങ്ങണം. നോക്കി നമുക്ക് ലെഗ് സ്ട്രെച്ച് ചെയ്യാം. ഇതൊന്ന് ഹോൾഡ് ചെയ്യും. മറ്റേക്കാൽ ഫുൾ ടൈം ആക്കി ലഞ്ചസ്. ഉദ്ഘാടന ദിവസം ഇത്രയും മതി. പെട്ടെന്ന് പതിവില്ലാത്ത ചെയ്തു കഴിഞ്ഞാലേ ബോഡി ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. എന്ത് കൺഫ്യൂഷൻ? അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്വം ഇല്ലാണ്ടാവരുത്. ഉത്തരവാദിത്വം ആരായി പറയുന്നത്? അപ്പന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലെങ്കിലും എനിക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ട്. പിതൃസ്നേഹം കരകവിഞ്ഞൊഴുകുന്നുണ്ടല്ലോ. എന്താ ആവശ്യം? എന്താവശ്യം? അപ്പാ, എനിക്ക് അപ്പനോടുള്ള സ്നേഹം 916 ഗോൾഡ് ആയിരുന്നു. അപ്പൻ എന്തെങ്കിലും തിരിച്ചറിയും. വാല് വെക്കാതെ കാര്യം പറഞ്ഞിട്ട് പോടാ. ഇതിപ്പോ വിൻസെന്റ് സാർ അല്ലേ? അതെ. സാറിന്റെ ഷോപ്പിൽ ഞാൻ സ്ഥിരം കസ്റ്റമറാ. ആണോ? എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാ. സാറിന്റെ മക്കളൊക്കെ ഏത് സ്കൂളിലാ? മക്കള് ഈ ദേവമാത നല്ല സ്കൂളാ. റെസ്റ്റ് എടുത്താ മതി. വന്നേ. സാറിന്റെ ബ്രദറാണോ? സാറിന്റെ 4 മക്കളിൽ 3ാമത്തെ മകനാ. മൂത്ത മോക്ക് 2 പേരക്കുട്ടികളുണ്ട്. ഏർലി മാരേജാ. ഓ, ഹാവ് എ ഗുഡ് ഡേ. ഏർലി മാരേജ്. വന്നേ. നിനക്കെന്താ ഒരു കുശുമ്പ്? പിന്നെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നിന്റെ അമ്മച്ചിയെ മിസ് ചെയ്യാറുണ്ടോന്നുള്ള നേരാ. പക്ഷെ അവള് മരിച്ചിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ടും നിന്റെ അപ്പം വേറെ കെട്ടാതിരുന്നതേ നല്ല വിൽ പവർ ഉള്ളതുകൊണ്ടാണ്. അതിപ്പോ ഒരു പെൺകുട്ടി ചിരിച്ചു കാണിച്ചാൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ടാണ് ഈ വയർ ഉള്ളിലേക്ക് കുടിച്ച് ശ്വാസം വിടാതിരുന്നത്. എപ്പോ? ഞാൻ കണ്ടു. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ മറിയാമേടാ. നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച TC മറിയാമ. നീ ഇപ്പോഴും നല്ല സിമിട്ടനായിട്ട് നടക്കുന്നു. ഞാനാണെങ്കിൽ 100,000 സൂക്കേടും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുവാ. കാലിന് എന്ത് പറ്റി? അത് പ്രായത്തിന്റെ തന്നെ, അല്ലാണ്ടെന്താ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ പഠിച്ചവരെയൊക്കെ കാണാറുണ്ടോ? ചിലരൊക്കെ ബാക്കിയുണ്ട്. സെബാസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം മരിച്ചു. ഏത്? നമ്മുടെ പോലീസുകാരന്റെ മോൻ സെബാസ്റ്റ്യനോ? അത് തന്നെ. എങ്ങനെ? പ്രായമായ പിന്നെ ആളുകൾ മരിക്കൂലേ?